പ്രിയമുള്ള ഏവരെയും കർത്തനാമത്തിൽ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. തുടർമാനമായി പഠിക്കുന്നത് നിങ്ങൾക്ക് അരോചകമായി തോന്നരുത്. ഒരേ വിഷയം ഒരേ ഹെഡിങ് ആയതുകൊണ്ടും ഇത് തന്നെയാണോ എന്നും ചിന്തിക്കരുത്. ഇത് തുടർമാനമായി എടുത്തെങ്കിൽ മാത്രമേ ആ സബ്ജക്റ്റ് തീരുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ സമയലഭ്യത പോലെ കേൾക്കുക, സംശയങ്ങൾ ചോദിക്കുക, കമൻറ്റുകൾ ഇടുക. അത് നെഗറ്റീവോ പോസിറ്റീവോ അത് നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യുക. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പറയേണ്ടത് എൻ്റെ ചുമതല. നിങ്ങൾ നിങ്ങളുടെ സൗകര്യാർത്ഥം എന്നത് ചെയ്യുക. ഇന്ന് മറ്റൊരു വിഷയം എടുക്കുന്നത് ബൈബിളുമായി ബന്ധപ്പെട്ട് പഠനവും പ്രസംഗവും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ടോപ്പിക് ഒന്നുകൂടെ പറയുന്നു: പഠനവും പ്രസംഗവും തമ്മിലുള്ള വ്യത്യാസം. പ്രസംഗം നമ്മൾ ധാരാളം കേൾക്കുന്നതാണ്. സഭകളിൽ മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയ പ്രസംഗങ്ങൾ. അത് കേരളത്തിൽ പുതുമയൊന്നുമല്ല. കാസർഗോഡ് മുതൽ കന്യാകുമാരി എവിടെ പോയാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ തീഷ്ണതയുള്ളവരും ഒക്കെ ആയതുകൊണ്ട് പ്രസംഗങ്ങൾ പുതുമയല്ല. പക്ഷേ രാഷ്ട്രീയ പ്രസംഗവും മതപ്രസംഗവും സഭയ്ക്കകത്തെ പ്രസംഗമൊക്കെ വ്യത്യസ്തമാണ്. അതിൻ്റെ പദപ്രയോഗങ്ങൾ വ്യത്യസ്തമാണ്, ശൈലി വ്യത്യസ്തമാണ്. ഇതൊക്കെ തിരിച്ചറിയണം. പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ജനത്തോടുള്ള ആശയ സംവാദമാണ് പ്രസംഗം, അല്ലെങ്കിൽ ഡയലോഗ്. സംഭാഷണമെന്നാണ്, എങ്കിലും ലാറ്റിൻ പദത്തിൽ നിന്നും ഇംഗ്ലീഷിലെത്തിയ പദമാണ് ഡയലോഗസ്. സംസാരിക്കുക എന്നാണ്. ഒരു വിഷയത്തെ കാര്യകാരണസഹിതം അത് തെളിയിക്കുന്നതാണ് പഠിപ്പിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. ആവർത്തിക്കട്ടെ: ഒരു വിഷയത്തെ അതിൻ്റെ കാര്യകാരണസഹിതം തെളിയിക്കുന്നതാണ് പഠിപ്പിക്കൽ. എന്നാൽ പ്രസംഗത്തിന് ഇത് ബാധകമല്ല. ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തെ ആർക്കും എത്ര സമയം വേണമെങ്കിലും പ്രസംഗിക്കാം. അത് പ്രസംഗകൻ്റെ കഴിവനുസരിച്ച് സാഹിത്യപദങ്ങൾ ചേർത്തും പാട്ടുകളെ ചേർത്തും പഴമൊഴികൾ ചേർത്തും അനുഭവ സമ്പത്തിൽ നിന്നെടുത്തതും കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞ് പ്രസംഗിക്കാം. അത് സദസ്യർക്ക് അത് ഹൃദ്യമായിരിക്കണം എന്നേ ഉള്ളൂ. എന്നാൽ പഠിപ്പിക്കൽ അങ്ങനെയല്ല. അത് ബൈബിൾ പഠിപ്പിക്കുന്നതായാലും ശരി, സയൻസോ സോഷ്യോളജിയോ ഹിസ്റ്ററിയോ എന്തുമാകട്ടെ, ചുമ്മാ പഠിപ്പിക്കാൻ പറ്റുകയില്ല. ആ എടുക്കുന്ന വിഷയത്തിൻ്റെ കാര്യകാരണ സഹിതം പഠിപ്പിക്കണം. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയാനായിട്ട് പ്രത്യേക തെളിവ് വേണ്ട. കാരണം നമ്മൾ കണ്ടില്ല, മുൻ തലമുറ അനുഭവിച്ചതാണ്. എന്നാൽ 1947 ഓഗസ്റ്റ് 15 എന്ന ദിവസത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നും അതേസമയം തന്നെയാണ് പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടിയെന്നും ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന സംയുക്ത രാഷ്ട്രത്തിൽ വരെയുള്ള ചരിത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട ആരൊക്കെ അതിന് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കാര്യകാരണ സഹിതം തെളിയിക്കപ്പെടുന്നില്ലെങ്കിൽ അത് പഠനമല്ല. ഇന്ന് പെന്തക്കോസ്ത് സഭകളിൽ, എപ്പിസ്കോപ്പൽ സഭകളിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതും പഠനമല്ല. പെന്തക്കോസ്ത് സഭകളിലും പഠിപ്പിക്കുന്നതും പഠനമല്ലെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരു വിഷയത്തെ കാര്യകാരണ സഹിതം തെളിയിക്കണം. അത് ചരിത്രോപോത്ഘടകമായി എടുക്കണം, അതിൻ്റെ ഭാഷ ഉപോത്ഘടകമായിരിക്കണം. ഇതൊന്നുമില്ലാതെ വെറുതെ പഠിപ്പിച്ചാൽ അത് പഠനമല്ല, കേവലം ഒരു കവലപ്രസംഗമായി മാറും. അപ്പോൾ കോൺവെർസേഷൻ, അന്യോന്യം സംഭാഷിക്കുന്നതാണ് കോൺവെർസേഷൻ. അതും ഡയലോഗിൻ്റെ മറ്റൊരു പദമാണ് സംഭാഷണം. കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ സെലക്റ്റഡ് പീപ്പിൾ ആൻഡ് ദ ടീച്ചർ, ദാറ്റ് ഈസ് ടീച്ചിങ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ജനത്തോട് ഒരധ്യാപകൻ സംഭാഷിക്കുന്നതാണ് ടീച്ചിങ്, അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. ഒരു സമൂഹത്തെയോ ഒരു കൂട്ടം ജനത്തെയോ എന്തെങ്കിലും പഠിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടുള്ള പ്രസംഗത്തിനാണ് ലെക്ചർ. കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകന് ലെക്ചർ, സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളെ ടീച്ചർ എന്നും ഹെഡ് മാസ്റ്റർ എന്നും, തുടർന്ന് വരുന്ന തലങ്ങളിലേക്ക് വരുമ്പോൾ +2 കഴിഞ്ഞ് അങ്ങോട്ടുള്ളതിനൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരെ ലെക്ചർ എന്ന് വിളിക്കും. ലെക്ചർ അടിക്കുക എന്ന് പറഞ്ഞാൽ പറയാം, എന്താണ് അവിടെ ലെക്ചർ അടിക്കുന്നത്? കുട്ടികൾ ബാക്ക് ബെഞ്ചിലിരുന്നൊക്കെ വർത്തമാനം പറയുമ്പം പഠിപ്പിക്കുന്ന ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നമ്മളോട് ചോദിച്ചിട്ടില്ലേ, എന്താണ് അവിടെ ഒരു ലെക്ചറിങ്?
ലെക്ചർ അടിക്കരുത് കേട്ടോ, വായിട്ടലക്കിയാന്നും അതിന് മലയാളത്തിൽ പറയുമെങ്കിലും ലെക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ ഒരു കൂട്ടം ജനത്തെയോ എന്തെങ്കിലും പഠിപ്പിക്കണമെന്ന ഉദ്ദേശിക്കുന്ന പ്രസംഗമാണ് ലെക്ചർ. എന്നാൽ പ്രസംഗം അപ്രകാരമല്ല. പ്രസംഗത്തിന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളോ വേദികളോ വേണമെന്നില്ല. അതുകൊണ്ട് ഓപ്പൺ എയർ മീറ്റിംഗ്, പൊതുപ്രസംഗം, കവലപ്രസംഗം കേട്ടിട്ടില്ല. രാഷ്ട്രീയക്കാരും സഭ, പ്രത്യേകിച്ചും പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ ഏറ്റവും കൂടുതൽ പെന്തക്കോസ്റ്റ് ബ്രദറൻ സഭകളാണ് ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തുന്നത്. അതിൻ്റെ പ്രത്യേകത പരസ്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അത് ശ്രോതാക്കൾ മൂവബിളാണ്. ഓട്ടോറിക്ഷയിൽ വരുന്നു, കാറിൽ വരുന്നു, വണ്ടിയിൽ വരുന്നു, ബസ്സിൽ വരുന്നു. നമ്മുടെ മുമ്പിൽ സ്ഥിരമായ ഒരു ശ്രോതാക്കളില്ല എന്നുള്ളതാണ് ഓപ്പൺ എയർ മീറ്റിങ്ങിൻ്റെ പ്രത്യേകത. അവിടെ പ്രസംഗകൻ സ്ഥിരമായി ഒരിടത്ത് നിൽക്കുന്നു, പ്രസംഗിക്കുന്നു, പാടുന്നു. കേൾവിക്കാർ ഓരോ തരത്തിൽ അവർ വ്യാപൃതമാണ്. അവർ പ്രസംഗം ശ്രദ്ധിക്കുന്നുണ്ടാകാം, ഇല്ലായിരിക്കാം. പക്ഷേ ജനം മൂവബിളാണ്, സ്ഥിരമായി നിൽക്കുന്നില്ല. അത് കാരണം സ്ഥിരമായി വേദിയോ വ്യക്തിയോ വേണമെന്ന ഉദ്ദേശത്തിലല്ല പൊതുപ്രസംഗൻ അവിടെ പ്രസംഗിക്കുന്നത്. ആർക്കെങ്കിലും താല്പര്യമുള്ളവർ നിന്ന് കേൾക്കും, അല്ലാത്തവർ അവിടെ നിന്ന് പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രസംഗം ഒരു മോണോലോഗാണ്. മോണോ എന്ന ഗ്രീക്കിനും ലാറ്റിനും ഏകമെന്ന ഒന്നെന്ന, ലോഗോസ്, ഒരു വിഷയമുള്ളൂ, ഒരു താല്പര്യമുള്ളൂ, അതിൽ മറുവശമൊന്നുമില്ല. പ്രസംഗത്തിന് ഇംഗ്ലീഷിൽ സ്പീച്ച് എന്നും പറയും. എന്നാൽ ഇതേ പ്രസംഗം സഭയ്ക്കകത്ത്, ചർച്ചിൻ്റെ അകത്ത് പ്രസംഗിക്കുമ്പോൾ അത് സ്പീച്ചല്ല, നേരെ തിരിച്ച് സെർമണാണ്. മനസ്സിലായോ? ഒരു വിഷയം ഞാൻ ആരംഭത്തിലേ എന്നെ 1ാം എപ്പിസോഡിൽ പറഞ്ഞു, ഭാഷ പരമപ്രധാനമാണ് പഠിപ്പിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനും. അപ്പം നമ്മൾ പ്രസംഗിച്ചു, ഇയാൾ എന്താ പ്രസംഗിക്കുന്നത് എന്നൊക്കെ ഞാനും നിങ്ങളും ദേഷ്യപ്പെട്ട് ചോദിച്ചിട്ടില്ലേ? അപ്പോൾ പ്രസംഗം വേറെ, പഠിപ്പിക്കൽ വേറെ, ടീച്ചിങ് വേറെ, പ്രസംഗം വേറെ. അപ്പോൾ സ്പീച്ച്, എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ചാൽ വേറെ സ്പീച്ചായി. എന്നാൽ അതേ കാര്യം തന്നെ സഭയ്ക്കകത്ത് ഒരു പുരോഹിതൻ അല്ലെങ്കിൽ പാസ്റ്റർ പ്രസംഗിച്ചാൽ അതിൻ്റെ പേര് സെർമൺ. അതുകൊണ്ടാണ് മത്തായിയുടെ വിശേഷം 5, 6, 7 അധ്യായങ്ങളുടെ ഹെഡിങ് തന്നെ മൗണ്ടൻ ഓഫ് സെർമൺ എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ എന്ന പേരിൽ മൗണ്ടൻ ഓഫ് സെർമൺ. മലമേൽ കയറി, അവൻ മലമേൽ കയറി ഇരുന്നു മുമ്പിലുള്ള തൻ്റെ ജനത്തോട് സംസാരിച്ച് തുടങ്ങിയതെന്തെന്നാൽ, ഇപ്പോൾ സന്തോഷിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, ഇങ്ങനെ തുടങ്ങുന്നത് കണ്ടില്ലേ 5-ാം അധ്യായം. അത് തന്നെ. അപ്പോൾ മലമേൽ കയറി ഇരുന്നത് കൊണ്ടാണ് മൗണ്ട് ഓഫ് സെർമൺ എന്ന് പറഞ്ഞത്. സെർമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലങ്കാരികമായി, ഭാഷാപരമായി സഭയ്ക്കകത്ത് അല്ലെങ്കിൽ ചർച്ചിൽ, പള്ളിയിൽ ബൈബിളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രസംഗിക്കുന്നതിൻ്റെ പേരാണ് സെർമൺ ഇംഗ്ലീഷിൽ. അപ്പോൾ സ്പീച്ച് വേറെ, സെർമൺ വേറെ. വളരെ വ്യക്തമായും ആകർഷകമായി സംസാരിക്കുന്നവരുണ്ട്, അതിൽ പലരുണ്ട്. ചിലരെ മരിച്ചുപോയ ഉഴവൂർ വിജയൻ, അത് സുന്ദരമായി, രാഷ്ട്രീയ പ്രസംഗമാണെങ്കിലും എത്ര സമയം നമ്മൾ അറിയാതെ നിന്ന് കേട്ടുപോകും. സുന്ദരമായ പദങ്ങളും അതിസുന്ദരമായ പ്രസംഗം. അതുപോലെ രാഷ്ട്രീയം പ്രസംഗിക്കുന്നവരുണ്ട്. സുവിശേഷ പ്രസംഗത്തിൽ അങ്ങനെ പ്രസംഗിക്കാവോ എന്ന് ചോദിച്ചാൽ അങ്ങ് പാടില്ല എന്നാണ് പൊതുവേ ഉള്ള ഒരു അലിഖിത നിയമമെങ്കിലും സരളമായി പ്രസംഗിക്കുന്നതിനകത്ത് തെറ്റില്ല. ഞാൻ അതിനോട്, എനിക്കങ്ങനെ പ്രസംഗിക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. കാര്യമാത്രം ഗൗരവത്തോടെ പ്രസംഗിക്കേണ്ട വിഷയമാണ്, ഗൗരവത്തോടെ പ്രസംഗിക്കും. അല്ല, ശാന്തമായി സരളമായി സംസാരിക്കേണ്ടതാണെങ്കിൽ അങ്ങനെയും സംസാരിക്കും. മനസ്സിലായോ? അപ്പം വളരെ വ്യക്തമായ ആകർഷകമായി പ്രസംഗിക്കാനുള്ള കഴിവിനെ എലോക്യൂഷൻ എന്ന് പറയുമ്പോൾ, എന്നാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഉപദേശമോ മുന്നറിയിപ്പോ നൽകാൻ വേണ്ടി പ്രസംഗിക്കുന്നതിനെ അലോക്യൂഷൻ എന്നും പറയും. എലോക്യൂഷനുണ്ട്, അലോക്യൂഷനുണ്ട്. ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചില പദങ്ങൾ കേൾക്കുമ്പോൾ ഒരുപോലെ ഇരിക്കും. അലോക്യൂഷനോ എലോക്യൂഷനോ, ഏത് കൂഷന? കുഷ്യനല്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. ഉപദേശപരമായി എൻ്റെ, അതായത് സഭയ്ക്കകത്ത് പ്രത്യേകിച്ച് എൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് ഈ മുന്നറിയിപ്പുകൾ, ഉപദേശം നൽകുന്ന, അതുകൊണ്ട് അലോക്യൂഷനാണ്, എലോക്യൂഷനല്ല. എന്നാൽ രണ്ടും ഉണ്ടാകാം. എനിവേ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഠനവും പ്രസംഗവും തമ്മിലുള്ള വ്യത്യാസം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പീച്ച് ആൻഡ് സെർമൺ? അത് വളരെ പ്രധാനമാണ്. ജനറലായിട്ടുള്ള ആത്മീയപരമായി
വളരെ പ്രധാനപ്പെട്ടാണെന്ന് മറക്കരുത്. അപ്പോൾ ജനത്തെ ഉപദേശിക്കുക, എന്നെ ഉപദേശി എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ എന്നെ പോലെയുള്ള പ്രസംഗരെ എന്താ ഉപദേശി എന്ന് വിളിക്കുന്നത്? അതിനർത്ഥം തന്നെ ആ പദത്തിലുണ്ട്, ഉപദേശിക്കുന്നവനാണ് ഉപദേശി. അപ്പൊ എൻ്റെ പരമപ്രധാന ചോദ്യം, ഞാനൊരു ഉപദേശിയാകണമെങ്കിൽ എനിക്ക് ഉപദേശം എന്താണെന്നറിയണ്ടേ? ഉപദേശം എന്താണെന്നറിയാത്ത ഞാൻ ആരെ എന്ത് ഉപദേശിക്കും? ഇത് തന്നെയാണ് ഞാൻ പാസ്റ്റർമാരോടും ചോദിക്കുന്നത്. നിങ്ങൾ ഉപദേശിയ, ഇന്ന് പാസ്റ്റേഴ്സിന് ഉപദേശം എന്ന് വിളിക്കുന്നത് ഭയങ്കര വെറുപ്പാ. അവരെ ബ്രദർന്ന് പോലും വിളിക്കരുത് കേട്ടോ. അയ്യോ, ഓണറബിൾ, എന്താ ഇപ്പം റവറൻഡ്, മോസ്റ്റ് റൈറ്റ് റവറൻഡ് എന്നൊക്കെ വിളിക്കണം. പെന്തക്കോസുകാരങ്ങ് കയറിപ്പോയി കേട്ടോ. ലൂസിഫറിനേക്കാളിലും പൊസിഷനായി. ബ്രദർ എന്ന് വിളിക്കരുത്, ഉപദേശി എന്ന് വിളിക്കരുത്, പാസ്റ്ററൊന്നുമല്ല, റവറൻഡ് എന്ന് വിളിക്കണം. ഓർക്കണം, ഉപദേശം എന്താണെന്നറിയുന്നവനാണ് ഉപദേശി. ഉപദേശിയാകണമെങ്കിൽ ഉപദേശിക്കാൻ തയ്യാറാകണം. ഉപദേശിക്കാനുള്ള കാര്യകാരണം അവൻ ഉണ്ടാകണം. ഇല്ലാത്തവൻ എങ്ങനെ ഉപദേശിയാകുന്നു? ഒരു വെറുതെ പോകുന്ന സാധാരണക്കാരൻ ഉപദേശം വിളിക്കുക. ഓട്ടോയോ വണ്ടിയോ ഓടിക്കുന്ന, സ്ഥിരമായി തൊഴിലായി വണ്ടി ഓടിക്കുന്നവനെ ഡ്രൈവർ എന്ന് വിളിക്കും. കണ്ടക്ടർ പണി ചെയ്യുന്നതിന് കണ്ടക്ടർ എന്ന് വിളിക്കും. മെക്കാനിക്കിനെ മെക്കാനിക്കും. കൊല്ലനെ ബ്ലാക്ക് സ്മിത്ത്, അല്ലെങ്കിൽ ആ പണി ചെയ്യുന്നവനെ, ഇതൊന്നും ചെയ്യാത്ത ഒരാൾ ബ്ലാക്ക് സ്മിത്ത് വിളിക്കുമോ? അപ്പൊ തൊഴിൽപരമായ ഒരു വിളിയുണ്ട്, ഏത് മേഖലയ്ക്കുണ്ട്. ഒരാൾ ഉപദേശിയാകണമെങ്കിൽ ഉപദേശം അറിയണ്ടേ? അടിസ്ഥാന ഉപദേശം പോലും അറിയാത്ത സെൻട്രൽ പാസ്റ്റർമാരില്ലേ? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അടിസ്ഥാന ഉപദേശം എന്താണെന്നും സ്നാനം എന്താണെന്നും ഒക്കെ നിങ്ങൾ തിരിച്ചറിയാതെ എങ്ങനെ സെൻട്രൽ പാസ് ആയിരിക്കും? നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാവും സെൻട്രൽ പാസ് ആകുന്നത്? നിങ്ങളുടെ പ്രായം നോക്കിയിട്ടോ, നിങ്ങളുടെ പക്വത നോക്കിയിട്ടോ, നിങ്ങളുടെ കഴിവ് നോക്കിയിട്ടോ, അറിവ് നോക്കിയിട്ടാണോ? അല്ല. തിരുവഴുത്തിൻ പ്രകാരം ഒരു ഉപദേശിയാകണമെങ്കിൽ അത്യാവശ്യം വേണ്ട അടിസ്ഥാന ഉപദേശം അറിയണം. അത് ജനത്തെ പഠിപ്പിക്കാൻ ഉള്ള കഴിവും തൻ്റെ ഇടമില്ലെങ്കിൽ ഈ പണി നിർത്തിയിട്ട് വേറെ വല്ല പണിക്ക് പോകരുതോ? അതല്ലേ എൻ്റെ ചോദ്യം. എൻ്റെ ചോദ്യം തെറ്റാണെങ്കിൽ കേൾവിക്കാർ പ്രതികരിക്കുക. ഒരു പണിയില്ലെങ്കിൽ 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും പഠിച്ചേച്ച് ഒരു പണിയില്ലെങ്കിൽ ഒരു പുസ്തകം എടുത്തുകൊണ്ട് നടക്കുന്നതാണോ ഉപദേശിയാകുന്നത്? അല്ല. ഉപദേശിയാകണമെങ്കിൽ ഒന്ന് ഉപദേശം അറിയണം, 2 ദൈവവിളി ഉണ്ടാകണം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടായിരിക്കണം, ആത്മാവിൻ്റെ നിറകൂടമാകണമെന്നൊന്നും ഞാൻ പറയില്ല, ആത്മാവിന് അല്പമെങ്കിലും ഉണ്ടാകണ്ടേ, ന്യായവും അസത്യവും തിരിച്ചറിയണ്ടേ. ഇതൊന്നും ഇല്ലാത്തവൻ ഉപദേശിച്ച് പണിക്ക് പോകരുത്. ഒരു പണിയും കിട്ടാത്തവന് പോകുന്നതിന് എന്താ ഈ തൊഴിലുറപ്പ് പണിയോ? പ്രിയപ്പെട്ട ഉപദേശിമാരെ, ബന്ധക്കോസുകാരെ, തൊഴിലുറപ്പ് പണിക്ക് പോകുന്നത് പോലെ ഒരു പണിയില്ലെങ്കിൽ എന്നാൽ പിന്നെ നമുക്ക് തൊഴിലുറപ്പ് പോവാം. ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറയുകയല്ല. അനേകർ, നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്ത്രീകൾ ആ തൊഴിൽ പോയി ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറ്റപ്പെടുത്തി പറയല്ല. ഏത് തൊഴിലിനും ഒരു അടിസ്ഥാന വിദ്യാഭ്യാസമോ എന്തെങ്കിലും വേണം. ഇതൊന്നും ഇല്ലാതെ തൂമ്പ പണിക്ക് പോവാം. അത് കോൺഫിഡൻസ് മാത്രമല്ല, തൂമ്പ കൊണ്ട് പണിയെടുക്കാൻ അത്യാവശ്യം അറിയോ, അതിനുള്ള ആരോഗ്യമോ മനസ്സും ഉണ്ടെങ്കിൽ ഏത് സാധാരണ പണിയെടുക്കുക. എന്നാൽ അതാത് മേഖലയിൽ കഴിവും പ്രാവീണ്യം തെളിയിച്ചവർക്ക് മാത്രം പറ്റുന്ന പണിയാണെങ്കിൽ ദൈവവിളി ഇല്ലാത്തവൻ ഈ പണിക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞത്. ഇല്ലാത്തവൻ തൂമ്പ പണിക്ക് ഉപകരിക്കുന്നില്ല. അപ്പം അടുത്ത ഭാഗം ഞാൻ എൻ്റെ 2ാമത്തെ എപ്പിസോഡ് നിർത്തുകയാണ്. അടുത്തതിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ജനത്തെ ഉപദേശിക്കണം. അത് ഉപദേശിക്കുന്നതിൻ്റെ പേരാണ് ഉപദേശി. ശിഷ്യരായി ആദ്യം തിരഞ്ഞെടുത്തപ്പോൾ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും കർത്താവ് അവരെ നിയോഗിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളെയാണ് ഓർപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം കർത്താവ് അവരോട് കൽപ്പിക്കുക എന്ന് പറയുമ്പം ആജ്ഞാപിക്കുക, ആധികാരികമായി ഇങ്ങനെ ചെയ്യണം ഉറപ്പായി കൽപ്പിച്ചത് എന്തെന്നാൽ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് ഈ ജനത്തെ ഉപദേശിച്ചുകൊണ്ട് സകല സൃഷ്ടികളെയും ശിഷ്യരാക്കുക എന്നാണ്. അവിടെ ജാതി, വർഗ ലിംഗ വ്യത്യാസങ്ങളൊന്നും എടുത്തു പറഞ്ഞില്ല. കാരണം സകല സൃഷ്ടികളും ദൈവത്തിൻ്റെതാണ്. യേശു എന്ന മനുഷ്യനാമത്തിൽ ക്രൂശീകരണത്തിന് മുൻപുള്ള കർത്താവിൻ്റെ ശബ്ദം വ്യതിയാനമൊക്കെ മാറി. ഇപ്പോൾ തേജസ്കരിക്കപ്പെട്ടവൻ പിതാവ് പുത്രനോട് പറഞ്ഞു, സകലത്തിൻ്റെ അധികാരം ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തന്നപ്പോൾ
ശബ്ദം മാറി, ധ്വനി മാറി, അവസ്ഥ മാറി. ഞാൻ നിങ്ങളോട് ഉപദേശിച്ചത് സകല ജനത്തെ ഉപദേശിച്ചിട്ടുണ്ട്, സകല സൃഷ്ടികളെയും ശിഷ്യരാക്കാനാ പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ ക്രൈസ്തവരാരും തന്നെ ജനത്തെ ശിഷ്യരാക്കുന്നില്ല, മറിച്ച് വിശ്വാസികളാക്കുകയാണ്. ഇത് ക്രിസ്തീയതയുടെ പരാജയമാണ്. ഞാൻ എൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഏവരെയും വീണ്ടും നന്ദി അറിയിക്കുന്നു. ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.